ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ അമ്മമ്മ നമുക്ക് വേണ്ടിയിട്ട് എന്താ ഉണ്ടാക്കി തരാൻ പോകുന്നത്? കൈപ്പക്ക വറവ്. കൈപ്പക്ക കുറവാ? ഇതാ കൈപ്പക്ക, ചെറിയൊരു കൈപ്പക്ക എടുത്തിട്ടുണ്ടല്ലേ? ചെറിയൊരു അത് മതി, ഒന്ന് മതി. വറവാക്കിയിട്ട് ഇതില് പിന്നെ അമ്മമ്മ വറക്കുന്നതില് പിന്നെ ഒരു ചെറിയ ഉള്ളി അരിഞ്ഞിടലുണ്ട്, ഒരു കഷ്ണം ഉള്ളി അല്ലേ? പിന്നെ കരിവേപ്പില ഇടും, പച്ചമുളകും ഇടും. വേറെ കൈപ്പക്കയില് പിന്നെ വറക്കുന്നതിൽ വേറെ ഒന്നും ഇടൂല. എന്നാ പിന്നെ അമ്മമ്മ അരിഞ്ഞു തുടങ്ങിക്കോ. ചെറുതായിട്ട് അരിയലല്ല, വലുങ്ങനെയാ? വലുതായിട്ട്. എന്നാ വലുതായിട്ട് അരിഞ്ഞോ. ചെറുതായിട്ട് അരിയും. ഇതിന്റെ കുരുവെല്ലാം എടുത്ത് കളയണ്ട മോനെ. കുരുവെല്ലാം എടുത്ത് കളഞ്ഞേ. അങ്ങനെയെല്ലാം കുറച്ച് നിർത്തി. ചിലവരിങ്ങനെ തരിച്ചിട്ടില്ലേ കൈപ്പൊക്കെ വറക്കും. ചെറുതായിട്ട്. അതൊന്നും ഉണ്ടാവില്ല. ഇത് നല്ല രസമുണ്ടാവും. അമ്മമ്മ ആക്കും പോലെ ആക്കിയാൽ മതി. നാടനല്ലേ നമുക്ക് വേണ്ടത്. നാടൻ കൈപ്പക്ക കുറവ്. നാടൻ കൈപ്പക്കയാണ് ഇത്. നാടൻ കൈപ്പക്ക തന്നെ. ഇത് നാടൻ കൈപ്പക്ക തന്നെ കൊണ്ടുവന്നേ നമ്മ. നമ്മളെ അമ്മമ്മ അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഞാൻ അടുത്ത് കാണിച്ചു തരാം. ഇത് എല്ലാം അരിഞ്ഞിട്ട് നല്ലൊരു കൈപ്പക്ക വറവാക്കി കാണിച്ചു തരാം. എല്ലാവരും കാണുക എൻ്റെ കൈപ്പക്ക വറവ്. അതെ, ഇത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ട് എല്ലാം കാണിച്ചു തരും. ഇതിപ്പോൾ ഇതിൻ്റെ കുരുവെല്ലാം കളയുന്നതാണ് കാണിക്കുന്നത്. അതെ, കുരു അമ്മമ്മക്ക് മാക്സി എന്തോ പോലെ ഇട്ടിട്ട് ഒരു തള പോലെ ഉണ്ട് മോനെ. അത് ഇങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു. ഒന്നും അരിയുമ്പോ ഒന്നും ശരിക്കും ഇതാവുന്നു. സാരി അമ്മമ്മക്ക് പിന്നെ ആരല്ലോ അമ്മമ്മക്ക് സാരി തരും. ക്ഷേത്രത്തില് പാട്ട് പാടുമ്പം ഒരു ടീച്ചർ 4 സാരി അന്നിന്, കസവിന്റെ സാരി. അത് പ്രതിഷ്ഠക്ക് പാടിക്കോന്നും പറഞ്ഞിട്ട് കൊടുത്തോന്ന് പറഞ്ഞിട്ട് അമ്മമ്മക്ക് ആരായാലും തരും. നമ്മളെ പൂച്ചക്കുട്ടി ബാക്കിൽ കിടക്കുന്നുണ്ട്. അതാ ഓനാടി ഉറങ്ങും. ഓന് രാത്രി ഇങ്ങനെ സഞ്ചാരാന്ന്. ഇപ്പൊ ഇവിടെ വരുകയില്ലു, രാത്രി കാണൂല. രാത്രി ഉണ്ടാവില്ല അല്ലേ? ഒരു ദിവസം ഒരു കുറുക്കൻ വന്നു. പറഞ്ഞാല് ആടെ തന്നെ ഓനെ വന്നിട്ട് ഈ പൂച്ച സൗണ്ടിൽ കരയുന്നു. അന്നേരം നായ എന്ത് പണിയെടുത്തു, ഇതിന്റെ കരച്ചിൽ കേട്ട പാടോ ഒറ്റ ചാട്ടം. നായ്ക്കുട്ടിയാ? പൂച്ച എന്നിട്ട് പൂച്ച പേടിച്ചല്ല, പൂച്ച മരത്തിന്റെ മേലെ ഓടി കയറി. എന്നിട്ട് ആ കുറുക്കൻ ഏടത്തം വരെ ഓടിച്ചു പോയത് എന്ന് അറിയാൻ കഴിയില്ല. എന്നിട്ട് ഓടിച്ച് വന്ന് കൊതച്ച് ഞാൻ എന്റെ കപ്പില് വെള്ളം എടുത്ത് കുടിച്ചു. രാത്രി 7:30. നായ്ക്കുട്ടി ഓടിച്ചിന്? നായ്ക്കുട്ടി ഓടിക്കുന്ന കുറുക്കനായി പൂച്ചനെ രക്ഷപ്പെടുത്താൻ വേണ്ടിട്ട്. എന്നിട്ട് പൂച്ച മരത്തുമ്മലുണ്ട്. നായിനെ ഓടിച്ച് വന്നപാടി ഇവരെന്നാ പണിയെടുക്കുന്നത്, മരത്തിന്റെ മേലെ നോക്കിയിട്ട് പൂച്ചയോട് താഴെ ഇറങ്ങുന്ന് പറയും പോലെ നോക്കുക. അതാ നായി, നല്ല നായി മോനെ, നല്ല നായ്ക്കുട്ടിയാന്ന്. എന്നിട്ട് വൈകെ പൂച്ച മരത്തുമെന്ന് ഇറങ്ങിയിട്ട് ഇവന്റെ പണി. പിന്നെ രണ്ടാളും കൂടെ അതിനെ മണിപ്പിച്ചിട്ട് എല്ലാം വേഗം അകത്തേക്ക് പോടുന്ന് പറയാ. മരത്തുമ്മ കേറും. അമ്മ നല്ല വലിപ്പൂല കഷ്ണാക്കുന്നത് അല്ല, ചെറുങ്ങനെ അരിയണം അത്ര മതി. ഇനി ഇത് അരിയണം. ഇനി അരിഞ്ഞോ? നമ്മളെ അമ്മമ്മ ഇത് അരിഞ്ഞു തുടങ്ങിയിട്ടുണ്ടേ. കുരുവെല്ലാം കളഞ്ഞു. അരിയും നമ്മള് വറക്കണ്ടേ, പാകത്തിന് അരിയും. ഇതാ ഇങ്ങനെ അരിയുണ്ട്. ഇങ്ങനെ ഈ രീതിയിലാണ് നമ്മളെ ഈ നാടൻ പ്രദേശത്തിലെ എല്ലാവരും ഇങ്ങനെ അരിയല്. നമ്മളെ എല്ലാരും അതെ. പിന്നെ അമ്മമ്മ ഒരു വീട്ടുപണിക്ക് പോയെടുത്തൊന്നും ഇതുപോലെ അരിയാൻ പറഞ്ഞിനെ. ഞാൻ പറഞ്ഞു ഇതുപോലെ നമ്മളെ അരിഞ്ഞിട്ട് ഇതുപോലെ വറക്കലാന്നേരം അവര് പറഞ്ഞു ഇതുപോലെ തന്നെ നമ്മളും ഉണ്ടാക്കലെന്ന്. അങ്ങ് അമ്മമ്മ എറണാകുളത്ത് ഒരു പണിക്ക് പോയിനി. ആ വീട്ടിൽ നിന്ന് കൊറേ വകയിലായിരുന്നു കറി വെക്കാൻ പഠിച്ചിനി അവരെടുത്ത്. പിന്നെ അമ്മമ്മക്ക് ഇവിടെ ചെറിയ സൗകര്യല്ലേ ഇല്ലു മോനെ. അതിൻ്റെതായ രീതിയിൽ നമുക്ക് ആക്കാം. അതുപോലെയല്ല ഉണ്ടാക്കാൻ കഴിയും. എല്ലാവർക്കും
എല്ലാ സൗകര്യങ്ങളും ഇല്ലേ. നമുക്ക് നമ്മളേതായ രീതിയിൽ കാണിക്കാം. അത് അത്രയില്ലേ നമുക്ക് സൗകര്യമില്ല, വീടും എല്ലാം അങ്ങനെ ഇതായിട്ട് നിൽക്കുമല്ലേ. അപ്പൊ അമ്മമ്മ ഇത് മൊത്തം മുറിച്ചിട്ട് ശരിയാക്കട്ടെ അല്ലേ? മൊത്തം മുറിച്ചിട്ട് മൊത്തം മുറിച്ചിട്ട് എന്നാ കാണിക്കാം. പിന്നെ കൈപ്പൊക്ക വറവ ആക്കാം. മൊത്തം മുറിച്ചിട്ട് ഇനി കഴുകുമ്പോ കാണിക്കാം അല്ലേ? കഴുകുമ്പോ അടുപ്പത്ത് വെക്കുമ്പോ കഴുകുമ്പോ ബാക്കി അരിഞ്ഞിട്ടോ. അമ്മമ്മ ഇത് മൊത്തം അരിഞ്ഞിട്ട് കഴുകുന്നുണ്ട്. കൈപ്പൊക്കെ മൊത്തം അരിഞ്ഞിട്ടിട്ട് ഇതാ കഴുകാൻ വെച്ചിട്ടുണ്ട്. അമ്മമ്മ നാളെ പോയിട്ട് എടുക്കുന്നത് ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുക്കാനാ. അമ്മമ്മ എന്നാ പിന്നെ ഇപ്പൊ പെട്ടെന്ന് കഴുകിക്കോ. ഇങ്ങനെ കറക്റ്റ് മുറിച്ചിടാൻ കുറച്ച് സമയമായിനല്ലേ? അതെ, നല്ല ഉണ്ടാവും. നമ്മൾ വീട്ടിലാകുമ്പോൾ തന്നെ കാണിച്ചാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നമ്മളൊരു തോന്നല്. അമ്മമ്മ എപ്പോ ആക്കുന്നില്ല ഇതെല്ലാം. പിന്നെ ആ പയറില്ല മോനെ, വലിയ പയറ്. വലിയ പയറ് അത് ഇതുപോലെ കുറച്ച് വലിയ കഷ്ണാക്കി പീസാക്കി മുറിച്ചിട്ട് അതിന്റെ രസം ഉണ്ടാവും. നമ്മ പക്ഷെ അങ്ങനെ കൂട്ടില്ല. നമ്മ ഇതാ പിന്നെയും കൂട്ടുന്നു. പയർ തന്നെ നമ്മ പയറ് തന്നെ പറയല്. വേറെ എന്താ പേര്? വേറെ എന്തോ ഒരു ചെറിയ ഈ ചെറുകുന്നുള്ള ഇല്ലവരെല്ലാം വേറെ ഒരു പേര് അറിയണ്ടായിന്. എന്നാ പിന്നെ അമ്മമ്മ ഇത് കഴുകി എടുത്തു നോക്കട്ടെ അല്ലേ? എന്നാ പിന്നെ അടുപ്പിൽ നോക്കുമ്പോ കാണിക്കാം അല്ലേ? കഴുകിട്ട് ഇതുപോലെയാണ് കൈപ്പൊക്കെ വറക്കണ്ടേ. ഇങ്ങനെ വറക്കണ്ട്. ഇതിൽ മഞ്ഞപ്പൊടി ഇടണം, ഒരു ചെറിയ ഉള്ളി ഇടണോ? ചെറിയ കഷ്ണം ഉള്ളി ഇടണം ഇടാ, അല്ലെങ്കിൽ ഇട്ടോ ചെറിയ കഷ്ണം ഉള്ളി ഇട്ടോ. പച്ചമുളക് ഒന്നിടണം, ഒരു പച്ചമുളക് ഇട്ടോ. എന്നാ പിന്നെ അമ്മമ്മ ഇനി അരിഞ്ഞു കേട്ടോ അല്ലേ? നമ്മളെ ഓമനക്കുട്ടി ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട്. ഓമനക്കുട്ടി പാചകം അന്നെ പറഞ്ഞു തരാൻ വേണ്ടിട്ടാ വരുന്നു. ഓമനക്കുട്ടി 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 അമ്മമ്മ ഇതിലേക്ക് ഉള്ളിയും ഒരു പച്ചമുളകും അല്ലേ? പച്ച എന്ന് പറഞ്ഞൊരു ചെറുതായിട്ട് ഇതായിനിതാ. പച്ചല മാറി, പച്ച മാറിയിട്ട് 2 ദിവസമായി വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് വന്നേ. അതുകൊണ്ടാണ് നേരെ കളറ് മാറും. എന്നാ പിന്നെ അത് രണ്ടും അരിഞ്ഞിട്ടെ. അത് 2 കിലോ അരിഞ്ഞിടുന്നു. മഞ്ഞപ്പൊടി ഇടണം. വേറൊന്നും വേണ്ടല്ലോ? വേണ്ട. വേറെ പിന്നെ ഇത് നല്ലോണം വെന്ത് ഇതിൻ്റെ വെള്ളം പറ്റിയിട്ട് വെളിച്ചെണ്ണയിൽ ഒഴിച്ചിട്ട് വാങ്ങുക. ഉപ്പ് ഇടണം. ഉപ്പ് ആദ്യം തന്നെ ഇടണോ? വേണ്ട, തിളക്കുമ്പോൾ. എന്നാ തിളക്കുമ്പോൾ ഇട്ടോ. വാങ്ങുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കണം അല്ലേ? നമ്മളെ ഓമനക്കുട്ടി ഇത് ഈ സൈഡിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്, എന്തിനാന്ന് അറിയില്ല. ഇവിടെ നിങ്ങൾ നിൽക്കൂലായിരിക്കുന്നുണ്ടാവും. മോളെ നിങ്ങൾ പോകുമ്പോൾ വരാതെയാണ്. ഒരു ഉള്ളി മുറിച്ചിട്ട് ചാക്കിക്കോട്ടെ. ഇത് അമ്മമ്മ ഉള്ളി മുറിച്ചിട്ടിട്ടുണ്ട്. ഉള്ളി എന്തിനാ മുറിച്ചിടുന്നറിയാമനെ? ഈ കയ്പക്കില്ലേ, കയ്പ് രസം കുറയും. ഈ ഉള്ളി ആവുമ്പോ ഈ മധുരല്ലേ ഉള്ളി. അതെ, ലേശം കുറച്ച് കയ്പ് രസം പോവല്ലേ, അതിനാ അമ്മമ്മ ഉള്ളി മുറിച്ചിടുന്നത്. എന്നാ പിന്നെ ഇനി അമ്മമ്മ അടുപ്പിൽ വെക്കുമ്പോ കാണിക്കാം അല്ലേ? അമ്മമ്മ കുറച്ച് മഞ്ഞപ്പൊടി ഇടുന്നുണ്ട് അല്ലേ? അമ്മമ്മ ഇട്ടോ, മഞ്ഞപ്പൊടി ഇട്ടോ. കുറച്ച് മതി അല്ലേ? അത് മതി. എന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോവല്ല. അതെ, ഈ ഏത് പച്ചക്കറിയിലും ഈ മഞ്ഞപ്പൊടി ഇടണം. അതിലെന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകും. മഞ്ഞപ്പൊടി അങ്ങനെയുള്ളൊരു സാധനല്ലേ. നമ്മളെ അമ്മമ്മ ഇത് അടുപ്പിലേക്ക് വെക്കുന്നുണ്ട്. ഇങ്ങനെ കൈപ്പക്ക അമ്മമാരെ കൈപ്പക്ക വറവ് ഇങ്ങനെയാ വെക്കുക. മുളക് മഞ്ഞപ്പൊടി ഇട്ടിട്ട് ഇതും എല്ലാം കൂടി ഇട്ട് ഇതിൻ്റെ വെള്ളം കംപ്ലീറ്റ് പിന്നെ വറ്റി നല്ല യോജിപ്പായി വറ്റി. അതിന് ശേഷം ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കുറേ സമയം ഇളക്കി ആകുമ്പോൾ ഇതാവും. അതപ്പോൾ അടുപ്പത്തേക്ക് വെക്കാം അല്ലേ? അടുപ്പത്ത് വെക്കുക. ചിലവർ എണ്ണയിൽ മാത്രം ആക്കുന്നവരുണ്ട്. അമ്മമ്മക്ക് അത്ര എണ്ണയില്ല. വെളിച്ചെണ്ണ മാത്രം ഒഴിച്ചിട്ടാ? വെളിച്ചെണ്ണ മാത്രം ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത് ഇട്ടിട്ട് ഇതാക്കുന്നവരും ഉണ്ട്. ഞാൻ ഇതുപോലെ ആക്കുക. അമ്മമ്മ ആക്കുമ്പോൾ ആയിക്കോ. വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചിട്ടെല്ലാം വെക്കുന്നവരുണ്ട്. നമ്മളെ ഓമനക്കുട്ടി അതടക്കം കിടക്കുന്നുണ്ട്. ഓമനക്കുട്ടി
ഓമനക്കുട്ടി അവനെ കുട്ടിക്ക് പാചകം ചെയ്യുന്നതിൽ താല്പര്യം വന്നിട്ട് ഇരിക്കുന്നയാന്ന് തോന്നുന്നു അല്ലേ? അതേം തോന്നുന്നു. ഓമനക്കുട്ടിക്ക് ആക്കിയപാട് കഴിക്കാനാന്ന് തോന്നുന്നു. ആ അത് ഇവിടെ തന്നെ വന്ന് കിടക്കുന്നത്. എന്നാ കടിക്കുന്നു ഓമനക്കുട്ടി വിറകാ. കുരുത്തക്കടി ഒരു ഇല മാവിന്റെ ഇല ഇതാടുന്ന് വീണേ. അവന് മാവ് നിറയെ കത്തുന്നില്ലേ അടുപ്പ്? അമ്മമ്മ ഒരു അടപ്പ് എടുത്തിട്ട് ഇതിനെ അടച്ചു വെക്കുന്നുണ്ട് അടുപ്പത്ത് വെച്ചിട്ട്. കൈപ്പക്കക്ക് അതിൽ കരിവേപ്പില ഇട്ടേ. ആ അമ്മമ്മ പിന്നെ കരിവേപ്പില ഇട്ടു. ഇതില് കരിവേപ്പില ഇട്ടിട്ട് അടച്ചു വെക്കാം അല്ലേ? കരിവേപ്പില ഇട്ടിട്ട് അടച്ചു. അത്ര മതി കരിവേപ്പില. എന്നാ പിന്നെ ഇതിനെ അടച്ചു വെച്ചേ. ആ ഉപ്പ് കുറച്ച് ഉപ്പും കൂടി ഇട്ടു. എന്നാൽ പിന്നീട് ഉണ്ടല്ലോ നമ്മൾ ഓമനക്കുട്ടി ഇതാ നോക്കി നിൽക്കുന്ന. അത് മതി അല്ലേ? ആ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എന്നാ പിന്നെ അടച്ചു വെച്ചോ. ഒരു പ്ലേറ്റ് എടുത്തിട്ട് അമ്മമ്മ അടച്ചു വെക്കുന്നുണ്ട്. അമ്മമ്മ ഒന്ന് ഇളക്കുന്നുണ്ട്. ഇത് കൈപ്പക്ക വറവ്. കയ്പൊക്കെ കുറവ് അമ്മമ്മ ഒന്ന് ഇളക്കുന്നുണ്ട്. വെകാനൊന്നും ആയിട്ടാ അല്ലേ? കുറച്ച് ഇതിന്റെ വെള്ളം മൊത്തം വറ്റണം എന്നാല് അതാ പിന്നെ വെള്ളം വറ്റിട്ട് വേഗാവും. നല്ലോണം തിളക്കുന്നുണ്ട്. ഇപ്പൊ തീ നല്ലോണം കത്തുന്നുണ്ട്. നല്ലുണ്ട്. കൈപ്പക്ക വറവ്. നമ്മളെ കയ്പക്ക വറവ് ഇപ്പം അടുപ്പിൽ നിന്ന് നല്ലോണം തിളച്ച് വരുന്നുണ്ട്. നല്ലോണം തിളക്കുന്നുണ്ട്. ലാസ്റ്റ് ഭാഗത്തേക്ക് എത്തിയുമ്പോൾ സൗണ്ടിന് ഒരു വീഡിയോൻ്റെ സൗണ്ടിന് ഒരു പ്രശ്നം വന്നില്ല. അതാണ് പിന്നെ ഞാൻ വേറെ തന്നെ പറയുന്നത്. നമ്മളെ അമ്മമ്മ ഒരു സ്പൂണെല്ലാം എടുത്തിട്ട് വന്നിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് തന്നെ. അമ്മമ്മ എന്തെല്ലോ പറയുന്നുണ്ട്. നമ്മളെ ഓമനക്കുട്ടി ബാക്കിലുണ്ട് അമ്മമ്മേരെ. നല്ലോണം തിളക്കുന്നുണ്ട് കറി. കയ്പൊക്കെ വറവാണ്, കറിയല്ല വറവാണ്. നല്ലോണം തിളച്ച് വരുന്നുണ്ട്. കയ്പൊക്കെ ഏകദേശം വെന്തിട്ടുണ്ടാവും. ഇപ്പം അമ്മമ്മ ഒന്ന് ഇളക്കുന്നുണ്ട്. അമ്മമ്മ നല്ലോണം ഒന്ന് ഇളക്കുമെന്ന് കയ്പൊക്കെ വറവ്. അത് കഴിഞ്ഞിട്ട് അമ്മമ്മ കുറച്ച് പച്ച വെളിച്ചെണ്ണ എടുത്തിട്ട് വന്നിട്ട് ഇതിലേക്ക് ഒഴിക്കാൻ നോക്കുമെന്ന്. അത് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ വാങ്ങുകയേ വേണ്ടു. അമ്മ കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വാങ്ങാൻ നിൽക്കുമെന്ന്. ഇതാ കുറച്ച് പച്ച വെളിച്ചെണ്ണ അമ്മമ്മ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പം കറി ഇതായി വറവായി. ഇനിയിപ്പോൾ വാങ്ങുകയേ വേണ്ടു. അമ്മ നല്ലോണം മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം വെളിച്ചെണ്ണ ഒഴിച്ചുകൊണ്ട് ഒന്ന് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. അമ്മമ്മ ഇനി വെന്തിന് എന്നല്ലാണ് പറയുന്നത്. അമ്മമ്മ ഒന്നും കൂടി ഒന്ന് ഇളക്കുന്നുണ്ട്. അത് നല്ല മഞ്ഞ കളറായിനി. മഞ്ഞപ്പൊടി നല്ലോണം ഇട്ടുകൊണ്ടാണ് നല്ല മഞ്ഞ കളറായത്. ഇത് അമ്മമ്മ ആ പ്ലേറ്റിലേക്ക് ഇടാന്നാണ് പറയുന്നത്. ആ പ്ലേറ്റിലിട്ട് കാണിച്ചു തരാമെന്നാണ് പറയുന്നത്. അമ്മ പ്ലേറ്റിലേക്ക് ഇടുന്നുണ്ട്. അമ്മമ്മയെ മൊത്തം കോരിയിട്ട് ഇപ്പം പ്ലേറ്റിലേക്ക് ഇടുമെന്ന്. എന്നിട്ട് നമ്മളത് കാണിച്ചു തരും പ്ലേറ്റിലിട്ടിട്ട്. ഇത് അമ്മമ്മ കാണിക്കുന്നുണ്ട്. അമ്മമ്മ ഇപ്പം ഇത് കഴിച്ച് കാണിച്ചു തരും. അമ്മമ്മ എടുത്ത് കഴിച്ച് കാണിച്ചു തരുന്നുണ്ട്.
പാത്രം താഴെ വെച്ചിട്ട് എടുത്ത് കഴിച്ച് കാണിക്കാൻ നിൽക്കുമെന്ന്. അമ്മമ്മയിൽ നിന്ന് ഒരു കഷ്ണം എടുത്ത് കഴിച്ച് കാണിക്കുന്നുണ്ട് കൈപ്പക്കേൻ്റെ. എന്താ അമ്മമ്മ കഴിച്ചു. നല്ല രസമുണ്ട് എന്നാണ് പറയുന്നത് അമ്മമ്മ. നല്ല ഇതിൻ്റെ എല്ലാം കണക്കന്നെ, ഉപ്പും എല്ലാം കണക്കാന്നാണ് പറയുന്നത്. അപ്പം അമ്മമ്മ എല്ലാവർക്കും ഒരു ഹായ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം, പുതിയൊരു വീഡിയോയിൽ കാണാം.